പ്ലസ് ടു വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും സന്തോഷങ്ങൾ, കൺഗ്രാജുലേഷൻ. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നമ്മൾ കടന്നിട്ടുള്ളത്. പ്ലസ് ടു കഴിഞ്ഞു. ഇനി എന്താണ് നമ്മുടെ മുന്നിലുള്ള മാർഗ്ഗങ്ങൾ? സാധാരണ SSLC വിജയിച്ചു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, സയൻസ്, VHSC തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളാണെങ്കിൽ 700-ലധികം വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ 2,88,000-ലധികം വരുന്ന ഇപ്പോൾ പ്ലസ് ടു വിജയിച്ചിട്ടുള്ള 30,145 വരുന്ന A+കാർക്കും 100% നിങ്ങൾക്ക് കോഴ്സ് അല്ലെങ്കിൽ കരിയർ സെറ്റാവും. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമതായി, നിങ്ങൾ ഇന്ന് തന്നെ ഓട്ടോണമസ് കോളേജുകളിൽ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിഞ്ഞു. നിങ്ങളൊരു UG ഡിഗ്രി കോഴ്സിനാണ് പോകുന്നത് എങ്കിൽ പ്രധാനപ്പെട്ട ദേവഗിരി കോളേജ് അടങ്ങുന്ന MES കോളേജ് അടങ്ങുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും MG യൂണിവേഴ്സിറ്റിയിലെ 10ഓളം വരുന്ന ഓട്ടോണമസ് കോളേജ്, അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ 2 ഓട്ടോണമസ് കോളേജുകളിലെല്ലാം ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിഞ്ഞു. നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റികൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഈ 4 യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് സിംഗിൾ വിൻഡോ ഏകജാലക ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത്. അതിനുള്ള ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് അതാത് യൂണിവേഴ്സിറ്റികൾ ക്ഷണിക്കും, നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് രണ്ടിലും നമുക്ക് കിട്ടുന്നത് UG കോഴ്സ്, അതായത് ഡിഗ്രിയാണ്. നേരത്തെ നമ്മളൊക്കെ പറയുന്ന BA, BCom, BSc എന്ന് പറയുന്ന ഡിഗ്രിയാണ്. പക്ഷേ അതിനൊരു വലിയ മാറ്റം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. 3 വർഷമുള്ളത് 4 വർഷമായി. ആ കോഴ്സിൻ്റെ പേര് തന്നെ മാറി, അതിൻ്റെ സ്ട്രക്ചർ തന്നെ മാറി. അത് FIUGP എന്നാണ് പേര്. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ പേര്. അതിനെക്കുറിച്ച് എന്താണ് മേജർ, എന്താണ് മൈനർ, എന്താണ് ആ കോഴ്സിൻ്റെ പ്രത്യേകത, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങളത് കാണണം. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു ടെക്നിക്കൽ ഇൻട്രസ്റ്റഡ് ആയ വിദ്യാർത്ഥികളാണെങ്കിൽ, നിങ്ങൾക്കൊരു BTechനൊന്നും പോകാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സിന് പോകാം. കേരളത്തിൽ 28,000-ലധികം സീറ്റുകളുള്ള പോളി ഡിപ്ലോമ, കൂടുതലായിട്ടും ഗവൺമെൻറ്റിൽ തന്നെ 21,000-ലധികം സീറ്റുകൾ പോളിയിൽ ഗവൺമെൻറ്റിൻ്റേതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് നേടിയെടുക്കാം, അഡ്മിഷൻ നേടിയെടുക്കാം. നോക്കൂ, ഇവിടെ ആൾറെഡി SSLC ആണ് ഇതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് കൊണ്ട് പോളിയിലെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിഞ്ഞു. അവിടെ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിഗ് ഡാറ്റ അനാലിസിസ് പോലത്തെ പുതിയ നൂതനമായ കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ്. ഒരു കുട്ടിക്ക് പിന്നീട് തുടർന്ന് പഠിക്കണമെങ്കിൽ, BTechനൊക്കെ പോകണമെങ്കിൽ ലാറ്ററൽ എൻട്രിയുടെ സാധ്യതയുണ്ട്. അപ്പോൾ പോളിടെക്നിക്കിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക, ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. കൂടാതെ നിങ്ങൾ ITI, ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് 1 ഇയർ 2 ഇയർ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കലാണ് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. മൂന്നാമതായി നമ്മൾ ഇന്ന് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാരാമെഡിക്കൽ മേഖല. സയൻസ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഡോക്ടർ, എഞ്ചിനീയർ ആകാനൊന്നും പറ്റത്തില്ല. അവർക്ക് പാരാമെഡിക്കൽ മേഖലയിലുള്ള ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റും. LBS അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. നഴ്സിംഗ് അവിടെ ഉണ്ട്, MLT ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, ഓപ്തോമെട്രി ഉണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിലേക്കുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് അവർ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. LBSൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് those who are interested in paramedical area, അവിടെ സയൻസുകാർക്കാണെങ്കിലും അവിടെയും കോമേഴ്സ് ഹ്യൂമാനിറ്റീസുകാർക്കും വിവിധ ഡിപ്ലോമകൾക്ക് സാധ്യതകളുണ്ട് പാരാമെഡിക്കൽ. ഒപ്പം നിങ്ങൾക്ക് പറ്റുന്ന മറ്റു മേഖലകളായിട്ടുള്ള ടീച്ചിങ് മേഖല, DLED ഒക്കെ പോലത്തെ മേഖലകളിലേക്കൊക്കെ പ്ലസ് ടുക്കാർക്ക് നേരിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ I am sure 2,88,000-ലധികം വരുന്ന മുഴുവൻ വിജയിച്ച വിദ്യാർത്ഥികളും അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളിൽ ഗവൺമെൻറ് തലത്തിൽ തന്നെ സാധ്യതയുണ്ട്. എല്ലാവരും ഉപയോഗപ്പെടുത്തുക.